ഇപ്പോൾ കലാരാജു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കലാരാജു, വളരെ സ്നേഹപൂർവ്വം നിങ്ങൾ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി രാവിലെ ചായയും ഭക്ഷണവും നൽകി, ഉച്ചയ്ക്ക് ഊണ് വാങ്ങിച്ചു നൽകി, വൈകിട്ട് വീണ്ടും ചായ നൽകി. ഇങ്ങനെ സ്നേഹപുരസ്സരം നിങ്ങൾ ഊഷ്മളമായി സ്വീകരിച്ചൊരു പാർട്ടിയെക്കുറിച്ച് എന്തൊക്കെയാണ് താങ്കൾ പറയുന്നത് എന്നാണ് പാർട്ടി ചോദിക്കുന്നത്. സ്നേഹപൂർവ്വം ചെയ്താണോ മുടിക്കുത്തിന് പിടിച്ച് സാരി വലിച്ചഴിക്കുക? അത് കോൺഗ്രസ്സുകാർ അനൂപ് ജേക്കബിന്റെ ആളുകളാണ് എന്നാണ് രതീഷ് പറഞ്ഞത്. അവർക്ക് അത് ചെയ്യേണ്ട കാര്യം, അവരാണ് പ്രൊട്ടക്ഷൻ തന്നത് എനിക്ക്. ആ ചേച്ചി ഞാനത് വ്യക്തമായിട്ട് കണ്ടതാണ്. ആ ചേച്ചി ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പിന്നെ മണ്ഡലം പ്രസിഡന്റ് റെജി തടഞ്ഞു നിർത്തുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് ഈ വനിതാ പ്രവർത്തകർ, അതായത് ചെയർപേഴ്സൺ അടക്കം ഉള്ള ആളുകളാണ് എന്നെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് തടഞ്ഞ് മുനിസിപ്പൽ ഓഫീസിലേക്ക് കയറാൻ സമ്മതിക്കാതെ ഈ പുരുഷന്മാരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തു. അവരാണ് വണ്ടിയിലേക്ക് നമ്മളെ തള്ളി കയറ്റിയത്. ഈ വണ്ടിയിൽ കയറ്റിയതിനു ശേഷം എവിടേക്കാ കൊണ്ടുപോയത്? ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ എങ്ങനെയുണ്ടായിരുന്നു? താങ്കൾക്ക് ഈ പറഞ്ഞ പോലെ ചോറും കറിയൊക്കെ വാങ്ങിച്ചു തന്നോ? ചോറും കറി വാങ്ങിച്ചാൽ, അതായത് ചെന്ന് അവര് എന്നെ ആ റൂമിൽ അടച്ചു വനിതാ പ്രവർത്തകര് വളരെ മോശമായ രീതിയിലാണ് എന്നോട് റിയാക്ട് ചെയ്തത്. വളരെ വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ് അവിടെ നടന്നത്. അവര് മോശപ്പെട്ട രീതിയിൽ, അതായത് ഒരു വൃത്തികെട്ട സ്ത്രീയോട് സംസാരിക്കുന്ന രീതിയിലാണ് അവർ എന്നോട് സംസാരിച്ചത്. അത് അവരുടെ അന്നേരം ഇമോഷണൽ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ സംസാരിച്ചതെന്നാണ് പിന്നീട് ഏരിയ സെക്രട്ടറി പറഞ്ഞത്. പക്ഷെ അതൊക്കെ നമ്മള് ഈ പാർട്ടി ഓഫീസിലും താങ്കൾക്കൊരു പീഡന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണോ നേരിടേണ്ടി വന്നത്? അത് അവര്, ഞാൻ പറഞ്ഞല്ലോ, ചെന്നവരെന്നെ റൂമിലായിരുന്നു. അപ്പൊ എന്റെ വസ്ത്രം ഒന്ന് നേരെയാക്കാനായിട്ട് അടച്ചപ്പോ ഞാൻ ഓർത്ത് നന്നായി, എന്റെ വസ്ത്രങ്ങളൊക്കെ എനിക്ക് നേരെയാക്കി കൊടുക്കാലോ. അപ്പൊ ഒരു പൊതുജന മധ്യത്തിൽ എന്താന്ന് പറഞ്ഞാലും ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം തരേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് ഒരു CPM-ന്റെ കൗൺസിലർ ആയിരിക്കുമ്പോ അവര് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. താങ്കൾ ഈ 15-ാം തീയതി മുതൽ എവിടെയായിരുന്നു? ഞാനൊരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അത് പാർട്ടിക്കാര്, അതായത് അദ്ദേഹം, ഈ രതീഷ് അല്പസമയം മുമ്പ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നു. താങ്കളെ കണക്ട് ചെയ്തപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് പോയി. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വീണ്ടും ബന്ധിപ്പിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞത് 15-ാം തീയതി മുതൽ കല എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചാൽ എന്താണ് എന്ന് മനസ്സിലാകും എന്നുള്ളതൊക്കെയാണ്. എനിക്ക് എന്റെ നിലപാടുകൾ വ്യക്തമാക്കാമല്ലോ. എന്തായാലും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. അതിൽ പാർട്ടി വിപ്പ് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. വിപ്പ് ലംഘിക്കരുത് എന്നതാണ്. എനിക്ക് ഒരു ഡയറക്ഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. ഈ വിശ്വാസ പ്രമേയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അറിയിച്ചിരുന്നോ? ഇല്ല. പങ്കെടുത്തിരുന്നുവെങ്കിൽ താങ്കൾ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുമായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ LDF-നോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അത് വേറൊന്നുമല്ല, എന്റെ ഫാമിലിയുമായി, അതായത് എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സംഗതിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു പരാതി നൽകിയിരുന്നു. ആ പരാതി, അതായത് നമുക്ക് അത് കൊടുക്കേണ്ട എല്ലാ തലങ്ങളിലും, ലോക്കൽ മുതല് CM-ന്റെ ഓഫീസ് വരെ മെയിലായിട്ട് തന്നെ ഞാൻ ആ പരാതി, അതായത് പാർട്ടി ഭരിക്കുന്ന ബാങ്കിനെതിരെ ഒരു പരാതി നൽകിയിരുന്നു. അപ്പൊ അത് ഞാൻ അത് നൽകിയപ്പോൾ മുതലാണ് ഇവർ എന്നോട് വിമുഖത കാണിച്ചു തുടങ്ങിയത്. അതെനിക്ക് മാനസികമായിട്ട് ഒത്തിരി ഹാരാസ്മെന്റ് ആയിട്ടുണ്ട്.